മോഹൻലാൽ ഫാന്റെ രോദനാണ് ഈ കേൾക്കുന്നത്. സിനിമയുടെ ഗ്രാഫ് മൊത്തത്തിലങ്ങ് മാറി സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫ് ഇല്ലാന്നുണ്ടെങ്കിൽ പടം വീണു. സെക്കൻഡ് ഹാഫ് അവന്മാർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച പടം കയറുമെന്ന് വിചാരിച്ചത്. പക്ഷെ ലാലേട്ടനെ കൊണ്ടുവന്നവർ അവർ മര്യാദയ്ക്ക് ഉപയോഗിച്ചവരില്ല. സത്യം. ആ ഇൻട്രോ ഷോട്ട് ഓക്കെ, അത് കുഴപ്പമില്ല. കാരണം ഒരു നാച്ചുറൽ ഒരു സംഭവത്തിൽ വന്നെന്ന് വിചാരിക്കേ. എന്നാ പിന്നെ ലാലേട്ടനെ കൊണ്ടുവന്ന ഒരു നല്ല കിടുന്ന ഫൈറ്റ് സീൻ കൊടുക്കുക. കണ്ണില്ലാണ്ട് പുള്ളിക്കാരൻ ഒപ്പം സിനിമയിൽ കിടന്ന് കാണിച്ചിട്ടില്ല. അയ്യോ സത്യം. ലാലേട്ടനെ കൊണ്ടുവന്നിട്ട് ലാലേട്ടൻ വന്നപ്പോഴേ ആ തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടായിരുന്നുള്ളൂ. ഫുള്ള് മമ്മൂട്ടി ഫാൻസായിരിക്കില്ല, ഫുള്ള് മമ്മൂട്ടി ഫാൻസായിരിക്കില്ല. എന്നിട്ട് മോഹൻലാൽ വിളിയുമ്പോ അതാണ് എനിക്ക് ഏറ്റവും ടോപ്പ്. വായിക്കാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല, കണ്ണു ചെമ്പി കാണിച്ചു കൊടുക്കുന്നത്. അവൻ എന്താ പറയുന്നുണ്ടെന്ന്. അത് സംഭവം ഒരു കോഡ് ഭാഷയാണ്. അതായത് ഡിജിറ്റലി ഉള്ള ഹാക്കിങ്ങും പരിപാടിയും ഇങ്ങനെ നടക്കത്തില്ലല്ലോ. ഇപ്പം ഒരു ഇൻഫർമേഷൻ കൈമാറണം എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ അതൊക്കെ ഒത്തിരി വൃത്തിയായിട്ടൊക്കെ എടുക്കായിരുന്നു പുള്ളിക്കാരന്. അവിടേക്ക് പുള്ളിക്കാരൻ വീണുപോയി ഡയറക്ടർ. നല്ല രീതിക്ക് ലിഫ്റ്റ് വന്ന സമയത്ത് അയ്യോ നാച്ചുറാലിറ്റിയാണ് പുള്ളിക്കാരൻ നോക്കിയെന്നുണ്ടെങ്കിൽ അതല്ല പരിപാടി. ഡിസപ്പോയിന്റഡ് സത്യം പറഞ്ഞ. നല്ലൊരു ഇൻട്രോ കിട്ടിയിട്ട് പാടം കൊണ്ട് തുറച്ചു വെച്ചതിന്.